അടുത്ത ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ ലാലേട്ടൻ, റെക്കോർഡുകൾ തൂക്കി ദളപതി വിജയ് ചിത്രം ജനനായകൻ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിവരുന്ന ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ദയവായി നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം മെമ്മറീസ്. വിഷ്ണു OVG, നോവേ ഹോം AKC, എഡ്വിൻ KJ, ശ്രീരാഗ്, ഡോൺ ബിനു തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയത്. ഹോളിവുഡിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ ദ ഒഡീസി എന്ന ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 5,24,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 86,64,00,000 രൂപയും ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 2,565 കോടി രൂപയുമാണ് ദ ഒഡീസിക്ക് ലഭ്യമായിട്ടുള്ളത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 2,380 കോടി രൂപ. ഇനി ഒഡീസിയുടെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും 7,10,00,000 രൂപ, ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 12,63,00,000 രൂപ, കർണാടകയിൽ നിന്നും 18,83,00,000 രൂപ, നോർത്ത് ഇന്ത്യയിൽ നിന്നും 47,78,00,000 രൂപ എന്നിങ്ങനെയാണ് കണക്കുകൾ. അക്ഷയ് കുമാർ നായകനായിട്ടെത്തിയ വെൽക്കം ടു ദ ജംഗിൾ എന്ന ചിത്രം റിലീസിനെത്തി 25 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 159,53,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 193,53,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 120 കോടി രൂപ ബഡ്ജറ്റുള്ള വെൽക്കം ടു ദ ജംഗിൾ തിയേറ്ററുകളിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അജയ് ദേവഗൻ ചിത്രം ധമാൽ 4 റിലീസിനെത്തി 11 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം 153,70,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 177,10,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ധമാൽ 4ന്റെ ബഡ്ജറ്റ് 150 കോടി രൂപ. ജോർജ് നായകനായിട്ടെത്തിയ വരവ് എന്ന ചിത്രം റിലീസിനെത്തി 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 4,53,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 6 കോടി രൂപയോളവുമാണ് വരവെന്ന ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 10 കോടി രൂപ. ലെനിൻ എന്ന തെലുങ്ക് ചിത്രം റിലീസിനെത്തി 11 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം 46,43,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 64,15,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ലെനിന്റെ ബഡ്ജറ്റ് 50 കോടി രൂപ. ധ്യാൻ ശ്രീനിവാസൻ, അൽത്താഫ് സലീം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു മിസ്റ്ററി ഫാന്റസി ചിത്രമാണ് സീക്രട്ട് ഓഫ് കലിംഗ. തിയേറ്ററുകളിൽ പരാജയമായി മാറിയ ഈ സിനിമ ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. സൺനെക്സ്റ്റ് ആണ് ഈ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ജൂലൈ 24-ാം തീയതി മുതൽ സീക്രട്ട് ഓഫ് കലിംഗ സൺനെക്സ്റ്റിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ബോളിവുഡിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു ഡാർക്ക് മിത്തോളജിക്കൽ ഫാന്റസി ചിത്രമാണ് തുമ്പാടി 2. നവാസുദ്ദീൻ സിദ്ദിഖ്, സോഹും ഷാ, വിദ്യാബാലൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി നിലവിൽ ചിത്രീകരണം നടന്നുവരുന്ന തുമ്പാടി 2-വിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ആലിയ ഭട്ടും ജോയിൻ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന 2027 ഡിസംബർ മാസം 3-ാം തീയതിയാണ് തുമ്പാടി 2 റിലീസിനെത്തുക. ദളപതി വിജയ് ചിത്രം ജനനായകൻ ഇനി റിലീസിനെത്താൻ 2 ദിവസങ്ങൾ മാത്രം. അവസാന 24 മണിക്കൂറിൽ 2 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ സിനിമയുടേതായി സെയിലായിരിക്കുന്നത്. ടോട്ടൽ 5 ലക്ഷം ടിക്കറ്റുകളിലധികം ഇതിനോടകം ബുക്ക് മൈ ഷോയിൽ സെയിലായിട്ടുമുണ്ട്. ഇനി ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം 2 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു കളക്ഷനും തമിഴ്നാട്ടിൽ നിന്നും 5 കോടിയിലധികവും ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി 30 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു കളക്ഷനാണ് ജനനായകൻ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജൂലൈ 23-ാം തീയതി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തും. ഹോളിവുഡിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു മാർവൽ സൂപ്പർ ഹീറോ സിനിമയാണല്ലോ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ചിത്രത്തിന്റെ ആദ്യ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ ഒരു ട്രെയിലർ പുറത്തു വന്നത് മുതൽ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളാണ് ഡൂംസ്ഡേയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നത്. താനോസിനേക്കാൾ എത്രയോ ഭീകരനായ വില്ലനാണ് ഡോക്ടർ ഡൂം എന്ന് ഈ ഒരു ട്രെയിലർ അടിവരയിട്ട് പറയുന്നുമുണ്ട്. തോറിന്റെ സ്റ്റോം ബ്രേക്കർ ഒരൊറ്റ കൈകൊണ്ട് തടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ഡൂമിന്റെ ആ ഒരു മാസ് എൻട്രി തന്നെ മതി ആരാധകരെ ആവേശത്തിലാഴ്ത്താൻ. ഒപ്പം ക്യാപ്റ്റൻ അമേരിക്കയുടെ കിടിലൻ തിരിച്ചുവരവും കൂടാതെ എക്സ്മെൻ കഥാപാത്രങ്ങളുടെ സാന്നിധ്യവും ഒക്കെ കൂടി ആവുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പുറമാകുമെന്ന് തീർച്ച. നൊസ്റ്റാൾജിയയും ആക്ഷനും മാസുമൊക്കെയായി മാർവൽ തങ്ങളുടെ പഴയ ആ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചെത്താൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വരുന്ന ഡിസംബർ 18-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. പേരൻപ് എന്ന സിനിമയ്ക്ക് ശേഷം റാമിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി, സൂര്യ, അഞ്ജലി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു മിസ്റ്ററി ഫാന്റസി റൊമാന്റിക് സിനിമയാണ് 7 കടൽ 7 മലൈ. വിസ്മയകരമായ കാഴ്ചപ്പാടിലൊരുങ്ങി അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ വൻ നിരൂപക പ്രശംസ നേടിയെടുത്ത 7 കടൽ 7 മലൈ എന്ന ഈ ചിത്രം വരുന്ന ഒക്ടോബർ 1-ാം തീയതി റിലീസിനെത്തുമെന്ന് ഒരു ഗ്ലിംസ് വീഡിയോ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. പ്രണയവും അതിജീവനവും മനുഷ്യന്റെ വികാരങ്ങളുടെ ആഴങ്ങളും തേടുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. കാത്തിരിക്കാം 7 കടൽ 7 മലയുടെ റിലീസിനായി. വരവ് എന്ന സിനിമയ്ക്ക് ശേഷം ജോർജ് നായകനാവുന്ന അടുത്ത സിനിമയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പൊറിഞ്ഞുമറിയം ജോസ് എന്ന സിനിമയ്ക്ക് ശേഷം ജോഷി വീണ്ടും ജോജുവിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് കാനാൻ ദേശം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വൻ ക്യാൻവാസിൽ ഒരു പീരീഡ് ആക്ഷൻ ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റായി തയ്യാറാവുന്ന ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് അനൂപ് മേനോനാണ്. ഉടൻ തന്നെ കാനാൻ ദേശത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് തുടക്കമാവും. കറുപ്പ് എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഡ്രീം വാരിയർ പിക്ചേഴ്സ് അടുത്തതായി സൂര്യ തന്നെ നായകനാക്കി പുതിയൊരു സിനിമ കൂടി നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. ജനനായകൻ സിനിമയ്ക്ക് ശേഷം എച്ച് വിനോദാണ് ഈ ഒരു സൂര്യ ചിത്രം സംവിധാനം ചെയ്യുക. വരുന്ന 2027-ന്റെ തുടക്കത്തിൽ ഈ സിനിമയുടെ വർക്കുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.
വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണല്ലോ തുടക്കം. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഓരോ ദിവസങ്ങളിലായി റിലീസ് പോസ്റ്ററുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊപ്പം ഈ ആഴ്ചയോടെ തന്നെ സിനിമയുടെ ഒരു ടീസറും പുറത്തുവിടാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. മാത്രമല്ല അതിനുശേഷം ചിത്രത്തിന്റെ ട്രെയിലർ ഒരു ഇവന്റിൽ വെച്ച് ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നുള്ളതായും അറിയാൻ സാധിച്ചിട്ടുണ്ട്. വിസ്മയക്കൊപ്പം ലാലേട്ടനും ഒരു എക്സ്റ്റൻഡഡ് കാമിയോ വേഷത്തിലെത്തുന്ന വരുന്ന ഓഗസ്റ്റ് 7 തിയേറ്ററുകളിലേക്ക് എത്തും. അല്ലു അർജുനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് AA23. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ഈ ചിത്രത്തിന്റെ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമായും മുംബൈ, ചെന്നൈ, പാലക്കാട്, ശ്രീലങ്ക എന്നീ സ്ഥലങ്ങളിലായിട്ടാവും AA23യുടെ ഷൂട്ടിംഗ് വർക്കുകൾ നടക്കുക. വൻ ക്യാൻവാസിൽ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 500 കോടി രൂപയോളമാണ്. അതിൽ 50 കോടി രൂപ സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പ്രതിഫലവും. വരുന്ന 2027 ജനുവരി മാസത്തിൽ AA23യുടെ ചിത്രീകരണം ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഏറെ നാളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് ചിന്താമണി കൊലക്കേസിന്റെ 2ാം ഭാഗം വരുമെന്നത്. ഇതിനിടയിൽ വരവ് എന്ന ജോർജ് ജോർജ് സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ സംവിധായകൻ ഷാജി കൈലാസും തിരക്കഥാകൃത്ത് AK സാജനും പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ തിരക്കഥാ വർക്കുകൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്, 2027 സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ഈ ഒരു പ്രോജക്ട് ഉടനെ ആരംഭിക്കാനുള്ള സാഹചര്യത്തിലല്ല നടൻ സുരേഷ് ഗോപി ഉള്ളത്. അദ്ദേഹം ഓൾറെഡി കുറച്ചധികം സിനിമകളിൽ കമ്മിറ്റഡ് ആണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ തിരക്കുകൾ കാരണവും ചിന്താമണി കൊലക്കേസ് 2 ഉടൻ ഡേറ്റ് നൽകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ജൂനിയർ LK വെച്ച് സിനിമ ആരംഭിക്കുമെന്നും സുരേഷ് ഗോപിയെ ചിത്രത്തിൽ ഒരു കാമിയോ വേഷത്തിൽ കൊണ്ടുവരുമെന്നുമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ഷാജി കൈലാസ് നൽകിയിരിക്കുന്ന അപ്ഡേറ്റ്. എന്തായാലും കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ഹോളിവുഡ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു മാർവൽ സൂപ്പർ ഹീറോ ചിത്രമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഈ ഒരു ചിത്രത്തിന്റെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ, ഡബ്ബിംഗ് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായെന്നും നിലവിൽ തിയേറ്റർ ചാർട്ടിംഗ് വർക്കുകൾ വരെ കഴിഞ്ഞ് സിനിമ റിലീസിനായി ഒരുങ്ങിക്കഴിഞ്ഞെന്നും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സോണി തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. വൻ ഹൈപ്പിൽ വരാനിരിക്കുന്ന ഈ ഒരു ചിത്രം സ്പൈഡർമാൻ ഫ്രാഞ്ചൈസിയിലെ മുൻ ചിത്രമായ നോ വേ ഹോമിന്റെ ഇന്ത്യയിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ ബ്രേക്ക് ചെയ്യുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത്. നോ വേ ഹോമിന്റെ ഫസ്റ്റ് ഡേ ഇന്ത്യ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 32.67 കോടി രൂപയായിരുന്നു ആ ചിത്രം സ്വന്തമാക്കിയിരുന്നത്. കാണാം ബ്രാൻഡ് ന്യൂ ഡേക്ക് ഈ ഒരു റെക്കോർഡ് മറികടക്കാനാവുമോ എന്ന്. വരുന്ന ജൂലൈ 30 മുതൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇന്ത്യയിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ റിലീസിനെത്തും. ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിനൊരുങ്ങുന്നു. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് ആഗോള തലത്തിൽ തന്നെ വലിയൊരു ഹൈപ്പ് സൃഷ്ടിച്ച ഈ ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്ന ഓഗസ്റ്റ് 8 ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന ഒരു ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷനിലൂടെ പുറത്തുവരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സാങ്കേതികമായും അവതരണ രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ടോക്സിക്കിൽ യഷിനൊപ്പം കിയാര അദ്വാനി, നയൻതാര, രുക്മിണി വസന്ത് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. വരുന്ന ഓഗസ്റ്റ് 26 പാൻ ഇന്ത്യൻ ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും. ദിലീഷ് പോത്തൻ, സാഗർ സൂര്യ, വിനീത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റഹീനസ് ബാബു തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഭൗമ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒരു മിസ്റ്ററി ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഭൗമ നിർമ്മിക്കുന്നത് ബസാം കരിയാറാണ്. ഭൗമയുടെ ചിത്രീകരണം നിലവിൽ നടന്നുവരുന്നു. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഷാഹി കബീറിന്റെ തിരക്കഥയിൽ കിരൺദാസ് സംവിധാനം ചെയ്ത ഉന്മാദം സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വളരെയധികം ആകാംക്ഷയും നിഗൂഢതയും നിറഞ്ഞ ഒരു അനുഭവമാണ് ഈ ഒരു ട്രെയിലർ സമ്മാനിക്കുന്നത്. സിനിമയുടെ വിഷ്വൽ സൈഡും പശ്ചാത്തല സംഗീതവും ഒരു സൈക്കോളജിക്കൽ സിനിമയിലേക്ക് ആവശ്യമായ ആ ഒരു ഭയാനക അന്തരീക്ഷം കൃത്യമായി സൃഷ്ടിക്കുന്നുണ്ട്. ചാക്കോച്ചന്റെ വ്യത്യസ്തമായ പ്രകടനം തന്നെയാണ് ട്രെയിലറിന്റെ ഹൈലൈറ്റ്. ആകെ മൊത്തത്തിൽ ഒരു ടിപ്പിക്കൽ ത്രില്ലറുകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ തീവ്രതയും ഒപ്പം തന്നെ ഡാർക്ക് ഷെയ്ഡുകളും കലർന്ന ഒരു മികച്ച സിനിമയായി ഉന്മാദം മാറുമെന്ന് ഈ ഒരു ട്രെയിലർ സൂചന നൽകുന്നുമുണ്ട്. ചാക്കോച്ചനോട് ലിജോമോൾ, കോട്ടയം നസീർ, സിദ്ദിഖ്, സാബുമോൻ, വിശാഖ് നായർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഉന്മാദം വരുന്ന ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തും. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ അതിമനോഹരം. ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന അതിമനോഹരത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ നിലവിൽ തൊടുപുഴയിൽ വെച്ച് നടന്നുവരുന്നു. ഇനി വെറും 2 ദിവസത്തെ ചിത്രീകരണം മാത്രമാണ് അതിമനോഹരത്തിന് തൊടുപുഴയിലുള്ളത്. തുടർന്ന് വരുന്ന ജൂലൈ 24 മുതൽ മുംബൈയിൽ വെച്ചാകും ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണം നടക്കുക. ഇതിൽ പ്രത്യേകത എന്തെന്നാൽ മുംബൈയിൽ വെച്ച് നടക്കാൻ പോകുന്ന അതിമനോഹരത്തിന്റെ ഷൂട്ടിൽ ഒരു പ്രമുഖ നടനും പങ്കെടുക്കുന്നുണ്ടെന്നും ചിത്രത്തിൽ ഒരു കാമിയോ കഥാപാത്രത്തെയാണ് ആ നടൻ അവതരിപ്പിക്കുന്നതെന്നും തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കാമിയോ വേഷമാണെങ്കിൽ കൂടി സിനിമയിൽ നല്ലൊരു പ്ലേസ്മെന്റ് ആവും ആ കഥാപാത്രത്തിന് ലഭിക്കുകയെന്ന് തീർച്ച. എന്തായാലും കാത്തിരിക്കാം വരുന്ന ഡിസംബർ 24 റിലീസിനെത്താനിരിക്കുന്ന അതിമനോഹരത്തിനായി. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.
മലയാളത്തിൽ നിന്നും വരാനിരിക്കുന്ന ഖലീഫ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ സോങ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജെക്സ് ബിജോയുടെ മാന്ത്രിക സംഗീതത്തിൽ ഒരുക്കിയിരിക്കുന്ന നിലാവ് എന്ന് തുടങ്ങുന്ന ഈ ഗാനം തികച്ചും ഒരു ഫീൽ ഗുഡ് അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. പൃഥ്വിരാജും ചിത്രത്തിലെ നായികയായ മാളവിക ശർമ്മയും തമ്മിലുള്ള കെമിസ്ട്രിയും വിഷ്വൽസും എല്ലാം പാട്ടിന്റെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട്. പിന്നെ ഓരോരോ കീഴ്വഴക്കങ്ങൾ വെച്ച് പാട്ട് കഴിയുമ്പോൾ അടുത്ത സീനിൽ തന്നെ നായിക പടമായാലും അത്ഭുതപ്പെടേണ്ടതില്ല. പൃഥ്വിരാജിനൊപ്പം വമ്പൻ താരനിരയിൽ ഒരു മാസ് ആക്ഷൻ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഖലീഫ വരുന്ന ഓഗസ്റ്റ് 20 തീയതി ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എന്നും നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.